മനുഷ്യൻ്റെ ജീവിതം ഇതര ജീവജാലങ്ങളെപ്പോലെ ആയിക്കൂടാ എന്നതാണ് അല്പമൊക്കെ ചിന്തിക്കുന്ന, അത് മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും മതത്തെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ജീവജാലങ്ങളൊന്നും വസ്ത്രം ധരിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ ധരിക്കുന്നുണ്ട്. ജീവജാലങ്ങളിൽ ഒരു സൃഷ്ടിയും പല്ല് തേക്കാറില്ല, നമ്മളത് ചെയ്യാറുണ്ട്. വൃത്തിയിൽ കുളിച്ച് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധങ്ങൾ പൂശി വളരെ മര്യാദയുള്ളവരായി മനുഷ്യകുലം ജീവിക്കുന്നു. സ്കൂളുകളിൽ പോകുന്നു, കോളേജുകളിൽ പോകുന്നു, നല്ലവണ്ണം പഠിക്കുന്നു, വിദ്യാഭ്യാസ രംഗത്ത് മത്സരങ്ങൾ നടക്കുന്നു. ഇതെല്ലാം മനുഷ്യന് മാത്രമുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും ഇവിടെ ജീവിക്കുന്നുണ്ട്, ഭക്ഷണം ലഭിക്കുന്നുണ്ട്, അവ ആഹരിക്കുന്നുണ്ട്, പ്രജനനം നടത്തുന്നുണ്ട്, ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി അവ മാറുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതം, നമ്മളെല്ലാവരും ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയാത്തവരായി ഉമ്മമാരുടെ അമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നു. 16-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. അപ്പം മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കാലം, വളർച്ചയെത്തിയ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന കാലം, കാലുണ്ട് ഗർഭപാത്രത്തിൽ, കൈകളുണ്ട്, കണ്ണുണ്ട്. പക്ഷെ ഗർഭപാത്രത്തിൽ കാഴ്ചയുടെ ആവശ്യമില്ല, കണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് കണ്ണിൻ്റെ ആവശ്യമില്ല. ഗർഭപാത്രത്തിന് പുറത്തുള്ള ഒരു ലോകത്താണ് ആ കണ്ണ് ആവശ്യമുള്ളത്. അപ്പൊ ഗർഭപാത്രത്തോടു കൂടി ജീവിതം അവസാനിച്ചാൽ മതിയോ? ഗർഭപാത്രത്തിൽ ഓട്ട മത്സരമില്ല, ഗർഭപാത്രത്തിൽ ഫുട്ബോൾ ഇല്ല. അപ്പൊ കാല് അവിടെ പ്രയോജനമില്ല. അപ്പൊ അവിടേക്ക് വേണ്ടിയല്ല ആ കാല്, ഉറപ്പാണല്ലോ? ആണ്. കാഴ്ചയും കേൾവിയും കാലും കൈകളും എല്ലാം ഗർഭപാത്രത്തിന് പുറത്തുള്ള ഒരു ലോകത്തേക്കാണ് എന്നത് ഏതൊരാളും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു ലോകത്ത് ഉപകാരപ്പെടേണ്ടതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ അത് മറ്റൊരു ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ അവന് സാധിക്കും. കാരണം എന്താണ്? ഗർഭപാത്രത്തിലെ വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ പിന്നീടൊരു ഘട്ടമില്ല എന്ന് പറയാനല്ല നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുക, ഇനിയും ഉണ്ടാകാം. കാരണം തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന, സൂറത്ത് ഖിയാമ 75-37-ാമത്തെ വചനമാണ്. അപ്പൊ കോടിക്കണക്കിന് ബീജഗണങ്ങളിലെ ഒരു ബീജമായിരുന്നു. പിന്നെ സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖ, പിന്നീട് വേറൊരു ഘട്ടം വന്നു. പിന്നെ മാംസപിണ്ഡമായ ആന്തരിക അവയവങ്ങൾ രൂപപ്പെട്ടു. അവിടെ അവസാനിച്ചില്ല, പിന്നെ അതിനെ എല്ലുകളെ കൊണ്ട് അനാവരണം ചെയ്തു. ആ എല്ലുകൾ വീണ്ടും മാംസത്താൽ പൊതിയപ്പെട്ടു. ഒരു നല്ല സൃഷ്ടിയായി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ ബാല്യമുണ്ടായി, യൗവനമുണ്ടായി, വാർദ്ധക്യമുണ്ടായി. അതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് അവിടെ നിന്ന് വീണ്ടും ആ യാത്ര അനുസ്യൂതമായി നിലനിൽക്കുകയാണ്. ഗർഭപാത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞ്, ഗർഭപാത്രത്തിൽ വളർത്തപ്പെട്ട കുട്ടിയുടെ ജീവിത ലക്ഷ്യം ഭൗതിക ലോകമാണെങ്കിൽ, ഭൗതിക ലോകത്ത് നന്മ ചെയ്തവന്, തിന്മ ചെയ്തവന് നീതിയും ന്യായവും ജീവിതത്തിൽ കൊണ്ടു നടന്നവർക്ക് രക്ഷയുടെ, നന്മയുടെ പ്രതിഫലം കിട്ടണം, തിന്മയുടെ ആ ശിക്ഷയും ലഭിക്കണം. അത് മനുഷ്യന്റെ മനസ്സിന്റെ തേട്ടമാണ്.
അതുകൊണ്ടാണ് ഖുർആൻ ആ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി 2000-ഓളം വരുന്ന ഖുർആനിക വചനത്തിലൂടെ ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണം അത് എല്ലാവരുടെ പടിവാതിക്കലും ചെന്നു വരും. അത് കൊട്ടാരത്തിലെ രാജാവിനെയും അരോഗ ദൃഢഗാത്രനെയും ആയോധന മുറകൾ പയറ്റിത്തെളിഞ്ഞവനെയും ആരെയും അത് പിടികൂടുക തന്നെ ചെയ്യും. നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി മരണത്തെ അതിജയിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് തീർത്തു പറയുന്നുണ്ട്. 56-ാം അധ്യായം 60-ാമത്തെ വചനത്തിൽ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. നിങ്ങൾക്കിടയിൽ മരണം വിധിച്ചിരിക്കുന്നു. ആ മരണത്തെ അതിജയിക്കാൻ, അല്ലെ അള്ളാഹുവിനെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ലോകത്ത് ചില കമ്മ്യൂണിസ്റ്റ് നായകന്മാരുടെ ഭൗതിക ശരീരം എംബാം ചെയ്ത് ലോകത്ത് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ജീവൻ കൊടുക്കാൻ സാധിച്ചാലോ എന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറയുന്നു ഒരാൾക്കും മരണത്തെ അതിജയിക്കാൻ കഴിയില്ല എന്നാണ്. 1400 വർഷം പിന്നിട്ടിരിക്കുന്നു ഈ പ്രഖ്യാപനം. 1400 വർഷത്തിനിടയിൽ മരിക്കാത്ത ഒരാൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധ്യമേ അല്ല. 1000 വർഷങ്ങൾ കടന്നുപോയി ജീവിച്ച ആരെയും നമ്മുടെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും മരണത്തെ ആസ്വദിക്കുന്നതാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം 185-ാമത്തെ വചനം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് 29-ാം അധ്യായം 50-ാമത്തെ വചനം. ഈ 2 വചനങ്ങളിലും പറയുന്നു മനുഷ്യർ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. സൈനൈഡ് കഴിച്ചു മരിക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്യുന്ന ഒരാളും സ്വാഭാവികമായ മരണത്തിന് വിധേയമാകുന്ന ഒരാളും അതുപോലെ ഒരാളാൽ ആക്രമിക്കപ്പെട്ട് മരിക്കപ്പെടുന്ന ഒരാളും ഇവരുടെ എല്ലാം മരണത്തിന്റെ ടേസ്റ്റുകൾ വ്യത്യസ്തമാണ്. മരണത്തിന്റെ രുചി 2 വിധമാണ്. ഒന്ന് മുത്മഇന്നത്തായ മനുഷ്യന്റെ മരണമാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, സമാധാനത്തോടെ സംപ്രീതരായി സംതൃപ്തരായി പടച്ചവനിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളൂ എന്ന് പറയപ്പെടും. ഖുർആനിന്റെ 89-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനമാണ്. അഥവാ ഈ വചനങ്ങളിലെല്ലാം പറയുന്നത് മരണത്തെ ആസ്വദിക്കുമെന്നാണ്. മരണാനന്തരം നിങ്ങളുടെ കർമ്മങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുന്നത് മരണാനന്തരമുള്ള ഒരു ജീവിതത്തിലാണ്. അത് ഉറപ്പാണല്ലോ. തീർച്ചയായും മനുഷ്യൻ നന്മ ചെയ്യുന്നതും മനുഷ്യരെ തിന്മ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനിയുടെ വരവുണ്ടായി. പ്രവാചകൻ ജീവിത ലക്ഷ്യമറിയാത്ത ജനതയെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവകും അയ്യുഹും അഹ്സനു അമല. ഖുർആന്റെ 18-ാം അധ്യായം 7-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിന്റെ 60-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ വചനം. ഇതിലെല്ലാം പറയുന്നത് മരണവും ജീവിതവും സൃഷ്ടിച്ചത് ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ അഭിരമിക്കാനല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തെ ഫോക്കസ് ചെയ്ത് നന്മ ചെയ്യാനാണ്. നിങ്ങളിൽ ഏറ്റവും വലിയ നന്മ ചെയ്യുന്നത് ആരാണെന്ന് നോക്കാനാണ്. നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ ആരോഗ്യം, നിങ്ങളിൽ ആരാണ് ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരൻ, നിങ്ങളിൽ ആരാണ് ഫുട്ബോളിന്റെ വലകൾ കുലുക്കുന്ന ഏറ്റവും വലിയ ഫുട്ബോളർ, നിങ്ങളിൽ ആരാണ് ട്രാക്കുകളിൽ ഓടി വിജയിക്കുന്നവർ എന്ന പരീക്ഷണത്തിനല്ല. മൂല്യമുള്ള ആഴമേറിയ നന്മയുള്ള സമൂഹത്തിന്റെ പുരോഗതിക്ക് നിദാനമാകുന്ന, സമൂഹത്തെ ചലനാത്മകമാക്കുന്ന, സമൂഹത്തിൽ ആർദ്രതയുണ്ടാക്കുന്ന, സമൂഹത്തിന് കെട്ടുറപ്പുണ്ടാക്കുന്ന, സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വിള്ളലേൽക്കാതെ കണ്ണിലെ കൃഷ്ണമണിയെ കാത്തു സൂക്ഷിക്കുന്ന പോലെ സാമൂഹ്യ ഭദ്രത കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല മക്കൾ ഉണ്ടാകാനാണ്. മാതാപിതാക്കളെ പരിപാലിക്കുന്ന, മാതാപിതാക്കളോട് എന്ന് പറയാത്ത, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണാത്ത, കഷ്ടപ്പെടുന്നവന് വീട് വെച്ചു കൊടുക്കുന്ന നന്മയുടെ മകുടോദാഹരണമായ ഉത്തമമായ ഒരു മാതൃകയുള്ള പൗരനെ സൃഷ്ടിക്കാനാണ് ഇസ്ലാം ലോകത്ത് കടന്നു വന്നത്. ആർക്കും ഉപകാരമില്ലാത്ത, ആർക്കും ഒരു പ്രത്യേകമായ
പ്രയോജനവുമില്ലാത്ത നാഷണൽ വേസ്റ്റുകളായി ജീവിക്കാനല്ല യൗവനത്തെ ഇസ്ലാം തെരഞ്ഞെടുത്തത്. നേരെ മറിച്ച് ക്രമപ്രവൃത്തമായ ജീവിതവും വിശ്വാസവും ധീരമായ നിലപാടും കർമ്മപദങ്ങളും പ്രവാചകന്മാരുടെ പാത ഉൾക്കൊള്ളലും എല്ലാം ഉൾക്കൊള്ളുന്നതായ ഒരു ജീവിത സരണിയെ കുറിച്ചാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് അറബിക് കോളേജുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്, അൽ ബയാൻ കോളേജുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്, നേരത്തെ ഉദ്ധരിക്കപ്പെട്ട സകല കോളേജുകളിലൂടെയും പഠിപ്പിക്കപ്പെടുന്നത്. ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കഞ്ചാവ് ഉപയോഗം കൂടുതലാണെങ്കിൽ, അവിടെ പെത്തഡിൻ ഉപയോഗം കൂടുതലാണെങ്കിൽ, അവിടെ MDMA ഉപയോഗം കൂടുതലാണെങ്കിൽ, അറബിക് കോളേജുകളിൽ അങ്ങനെയുള്ള യാതൊരു വകയുമില്ലാതിരിക്കുന്നത് ജീവിതത്തിന് അർത്ഥം തേടിയുള്ള അവന്റെ യാത്രയാണ്. കോടാനുകോടി ജീവജാലങ്ങളിൽ എന്റെ പ്രത്യേകത എന്താണെന്നും ഞാൻ എന്തിനെയാണ് അവലംബമാക്കുന്നത് എന്നും എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണെന്നും പന്നിയെപ്പോലെ, കാളയെപ്പോലെ, പോത്തിനെ പോലെ ജീവിച്ച് മരിക്കാനുള്ളതാണോ എന്നും അവനെ ചിന്തിപ്പിക്കുന്നത് യഥാർത്ഥമായ ദൈവിക മതമാണ്. വിശുദ്ധ ഖുർആൻ 62-ാമത്തെ അധ്യായം സൂറത്ത് ജുമയിൽ പറയുന്നുണ്ട്, ഖുലിയാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും മൗലിയാഉ ലില്ലാഹി മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത്ത് ഇൻ കുൻതും സ്വാദിഖീൻ വലാ യതമന്നൗനഹു അബദാ. നബിയേ, ആ ജൂതന്മാരില്ലേ, ആ വേദക്കാരില്ലേ, അവർ ഒരിക്കലും മരണത്തെ കൊതിക്കുകയില്ല. കാരണം അവർ ചെയ്ത പ്രവൃത്തികളൊന്നും അങ്ങനെ ഭദ്രമായ പ്രവൃത്തികളോ പ്രശംസനീയമായ കാര്യങ്ങളോ അല്ല. ലോകത്ത് കുഴപ്പമുണ്ടാക്കിയവരാണവർ, തമ്മിൽ തല്ലിച്ചവരാണവർ, പ്രവാചകന്മാരെ കൊന്നവരാണവർ. അതുകൊണ്ട് അവരുടെ കൈകൾ പ്രവർത്തിച്ചതെന്ത് എന്ന് അവർക്കറിയാം. കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. വിശുദ്ധ ഖുർആൻ മനോഹരമായി പറയുകയാണ്, ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്, ഏതൊരു രാജകൊട്ടാരത്തിനുള്ളിലാണോ, അതല്ലെങ്കിൽ ബുറൂജിൻ മുശയ്യദ, ഇരുമ്പ് കൂടാരത്തിന്റെ ഉള്ളിലാണോ, എവിടെയാണെങ്കിലും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. വല്ലാഹു, വിശുദ്ധ ഖുർആൻ പറയുന്നത്, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ഏതൊരു മനുഷ്യൻ ഉറങ്ങുമ്പോഴും അവന്റെ ആത്മാവിനെ അള്ളാഹു പിടിച്ചു വെക്കുന്നുണ്ട്. കോടിക്കണക്കിന് മനുഷ്യർ ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ ലോകത്തിന്റെ പല ഭാഗത്തും മരിച്ചു വീഴുന്നുണ്ട്. റോഡുകളിൽ, ആക്സിഡന്റ് മരണങ്ങളിൽ, ഫ്ലൈറ്റ് അപകടങ്ങളിൽ, ട്രെയിൻ ദുരന്തങ്ങളിൽ, ചുഴലിക്കാറ്റുകളിൽ, വെള്ളപ്പൊക്കങ്ങളിൽ, ഭൂകമ്പങ്ങളിൽ, കത്രീനകളിൽ, എല്ലാ നിലയിലും മാനവരാശിയുടെ നല്ലൊരു ശതമാനം ആളുകൾ മരിച്ചു വീഴുന്നുണ്ട്. ആ മരണത്തോടുകൂടി അവസാനിക്കുകയില്ല എന്ന് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഒരു വർഷക്കാലത്തെ ഗർഭപാത്രത്തിലെ ജീവിതം എന്തിനായിരുന്നു അത്? 60 കൊല്ലമോ 70 കൊല്ലമോ ഉള്ള ഒരു വർഷത്തേക്കാൾ 59 കൊല്ലമോ 70 കൊല്ലമോ ദൈർഘ്യമുള്ള ഭൗതിക ലോകത്തിലെ ഒരു ജീവിതത്തിനാണെങ്കിൽ 60 കൊല്ലത്തെ ഭൗതിക ലോകത്തിലെ ജീവിതം അതിനേക്കാൾ അനശ്വരമായി നുള്ളുന്ന ഒരു ജീവിതത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സഹോദര ഈ ജീവിതം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് തന്നെ എവിടെ വെച്ച് നമ്മൾ മരിക്കുമെന്നോ എന്ന് നമ്മൾ മരിക്കുമെന്നോ നാം ആർക്കും അറിയില്ല. ഖുർആനിലൂടെ വായിച്ചു പോകുമ്പോൾ അല്ലാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതല്ലടോ മനുഷ്യ, മരണത്തെക്കുറിച്ച് നിന്നെ അറിയിച്ചിട്ടില്ലല്ലോ നിന്റെ റബ്ബ്, എന്നിരിക്കെ എന്തൊരു ധൈര്യമാണടോ തോന്നിയാസത്തിൽ മുഴുകാൻ, എന്തൊരു ധൈര്യമാണടോ ഹറാമുകൾ ചെയ്യാൻ, എന്തൊരു ധൈര്യമാണടോ കഞ്ചാവടിക്കാൻ, എന്തൊരു ധൈര്യമാണടോ ശിർക്ക് ചെയ്യാൻ, എന്തൊരു ധൈര്യമാണടോ. ഇന്ന് മഗ്‌രിബിലേക്ക് നീ എത്തിപ്പെടുമോ? ആർക്ക് പറയാൻ പറ്റും എന്നല്ല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ലുഖ്മാൻ 31-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ പറയുന്നത്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അതെ, എവിടെ വെച്ച് നിങ്ങൾ മരിക്കും, ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും, ഒരാൾക്കും അറിയില്ല. സൗദി അറേബ്യയിൽ ഒരുപാട് കാലം ജോലി ചെയ്ത കോഴിക്കോട്ടുകാരൻ ആദ്യമായി അദ്ദേഹത്തിന്റെ ഫാമിലി സൗദിയിലേക്ക് വരികയാണ്. എയർപോർട്ടിൽ സുഗമമായി ഇറങ്ങുന്നു, എയർപോർട്ടിന്റെ ഔട്ടിലേക്ക് അവർ വരുന്നു, ചെക്കപ്പ് കഴിഞ്ഞ് പുറത്തു വരുന്നു, ഭർത്താവിന്റെ കൂടെ കാറിൽ കയറുന്നു, അവർ യാത്രയാകുന്നു. മറുഭാഗത്തു നിന്ന് വന്ന ഒരു വണ്ടി ഇടിച്ച് ആ സഹോദരൻ തൽക്ഷണം മരിച്ചു പോകുന്നു. കുടുംബത്തിന്റെ കൂടെ ജീവിക്കാൻ അയാൾക്ക് സാധ്യമാകുന്നില്ല. പുതിയ വീട് നിർമ്മിക്കുന്നു, കാർ പോർച്ചിൽ പുതിയ കാർ വാങ്ങുന്നു. കോഴിക്കോട് എയർപോർട്ടിൽ സുഖമായി ഇറങ്ങണമെന്ന് ഖത്തറിൽ നിന്ന് വിചാരിച്ച സഹോദരൻ തലേന്ന് പെട്ടിയൊക്കെ കെട്ടിക്കിടക്കവേ അയാൾ മരിച്ചു പോവുകയാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ
വല്ലതീ ലം തമുത് ഫീ മനാമിഹാ എന്ന് 39-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞത് വെറുതെയല്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട്, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് ജീവിതത്തിന്റെ രഹസ്യത്തിലും ജീവിതത്തിന്റെ പരസ്യത്തിലും നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാഡിയേക്കാളും അടുത്ത പടച്ച തമ്പുരാൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഓർമ്മ. അതെ, ഒരുപാട് ആളുകളെ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് യാത്ര ചെയ്തിരുന്ന അറബ് ജനത, ഊഷരഭൂമിയിൽ ജീവിച്ച അറബ് ജനത, അത്ഭുതങ്ങളുടെ അത്ഭുതം തീർത്ത അറബ് ജനത 23 കൊല്ലം കൊണ്ട് എങ്ങനെ പരിവർത്തിപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, നരകമുണ്ടെന്ന വർത്തമാനത്തിലൂടെ, സ്വർഗമുണ്ടെന്ന പ്രതീക്ഷയിലൂടെയാണ് അവരൊക്കെ ജീവിച്ചിരുന്നത്. പ്രവാചകന്മാരെല്ലാം ഈ വിഷയത്തിൽ ഭയപ്പാടുള്ളവരായിരുന്നു. ഇബ്രാഹിം നബിയുടെ പ്രബോധനം വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം 41 മുതൽ 48 കൂടിയ വചനങ്ങളിൽ പറയുന്നിടത്ത് 45-ാമത്തെ വചനം ഇതാണ്: യാ ബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ വതകൂന ലിശൈത്വാനി വലിയ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ നിങ്ങളുടെ മേലൊരു ശിക്ഷ ഭയപ്പെടുന്നുണ്ട്. അത് ഈ ലോകത്ത് മാത്രമല്ല, ഈ ലോകത്തിനപ്പുറത്തുള്ള മരണാനന്തര ജീവിതത്തിൽ. ഇമാം ബുഖാരി പറയുന്നത്, ഇബ്രാഹിം നബി നോക്കി നിൽക്കവേ ഇബ്രാഹിം നബിയുടെ ബാപ്പ നരകത്തിലേക്ക് എറിയപ്പെടുമെന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനും നൂഹ് നബിയുടെ ഭാര്യയും നരകാവകാശികളായി എന്ന് 66-ാം അധ്യായം വിശുദ്ധ ഖുർആനിലെ 10, 11, 12 വചനങ്ങളിലൂടെ ദൈർഘ്യമേറിയ ഒരു മേറ്റർ അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹ് തെരഞ്ഞെടുത്തത് കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ, താക്കീതുകാരനായിട്ടാണ്. എന്താണ് താക്കീത്? ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ചുള്ള താക്കീതാണ്. 92-ാം അധ്യായം സൂറത്ത് ലൈലിലെ 14-ാമത്തെ വചനമാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ. ഉമർ ബിൻ അബ്ദുൽ അസീസ് മിഹ്റാബിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കരിക്കവേ സൂറത്ത് ലൈലിലെ ഈ വചനം പാരായണം ചെയ്തു. ബോധരഹിതനായി അദ്ദേഹം നിലത്ത് വീണു. അദ്ദേഹത്തിന്റെ ചുറ്റിലും ആളുകൾ കൂടി അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്ന് ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകം, കത്തിജ്വലിക്കുന്ന നരകം എന്നത് അവരുടെ കൽബകത്ത് കയറിപ്പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദരിദ്രനായ മനുഷ്യൻ വന്ന് പറഞ്ഞു, എനിക്കൊരു കുപ്പായം വേണം, അങ്ങ് ഈ നാടിന്റെ ഭരണാധികാരിയാണ്, ജനങ്ങളുടെ ക്ഷേമ തൽപരതയിൽ താല്പര്യമുള്ള ആളാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ കുപ്പായം തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് സാധാരണക്കാരൻ പറഞ്ഞ മറുപടി, ഇല്ല ഉമറേ, അങ്ങ് ധീരനാണ്, ധീരലിൽ ധീരനാണ്, അങ്ങ് അരോഗതിടകാത്രനാണ്, അങ്ങ് 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ്, ഞാനൊരു ദുർബലനാണ്. പക്ഷേ നാളെ മഹ്ശറയിൽ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മറുവിഭാഗത്തെ സ്വർഗത്തിലേക്കും ആനയിക്കുമ്പോൾ ഉമറേ, അവിടെ വെച്ചുകൊണ്ട് ഞാൻ പറയാമെന്ന് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിന്റെ ജുബ്ബക്കുപ്പായത്തിന്റെ ബട്ടൺ അഴിച്ച് സാധാരണക്കാരന്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പാട്ടിന്റെ മനോഹാരിതയിലല്ല, നരകത്തിന്റെ ഭയാനകത കൊണ്ടാണ് ഞാൻ നിനക്കിത് നൽകുന്നത്. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖി വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. ഫളൈൽ ഇബ്നു ഇയാദിനെ വ്യഭിചാരത്തിൽ നിന്ന് തടുത്തത് 50-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. സൂറത്ത് തൂർ 52-ാമത്തെ അധ്യായമാണ്. അതിലെ 2 വചനങ്ങൾ വായിച്ച് ഒരു മാസക്കാലം പനി പിടിക്കുകയും ഒരു മാസക്കാലം ഭ്രാന്തനെ പോലെ വിങ്ങിപ്പൊട്ടി കരയുകയും വിറയലെടുക്കുകയും ചെയ്തത് മഹാനായ ഉമർ ഇബ്നു ഖത്താബിനാണ്. നരകമായിരുന്നു. ഒരു സഹാബി ഭാര്യയുടെ മടിയിലിരുന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ കരച്ചിൽ കേട്ട് ഭാര്യയും കരഞ്ഞു. ഭാര്യ കരഞ്ഞപ്പോൾ ഭർത്താവാകുന്ന സ്വഹാബി ചോദിച്ചു, പെണ്ണേ, ഞാൻ കരയുന്നതിനൊരു കാരണമുണ്ട്, നീ എന്തിനാ കരഞ്ഞത്? നിങ്ങൾ എൻ്റെ പ്രാണനാണ്, നിങ്ങൾ എൻ്റെ പ്രിയനാണ്, നിങ്ങൾ കരഞ്ഞപ്പോ ഞാനും കരഞ്ഞു പോയതാണ്. ഞാൻ കരഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനം കൊണ്ടാണ്. വൈമിൻകും മില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളുമില്ല. സൂര്യന്റെ ചൂടേറ്റ് ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ് ലോകത്തെ ഏറ്റവും വലിയ ഭീഷണിയാണ്. ഈ സൂര്യന്റെ ചൂട് പോലും 15 കോടി കിലോമീറ്റർ. ഓർക്കണേ യുവാവേ, ഓർക്കണേ യുവതികളെ, അറമാദിച്ച് ജീവിക്കുന്നതിൽ ഓർക്കണേ,
15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് താങ്ങാൻ കെൽപ്പില്ലാത്ത നാമാണോ? ഇന്നഹാ തർമീ ബിശറൻ കൽകസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. ഒണ്ടകക്കൂട്ടങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന പോലെ അല്ല, കൊട്ടാര സമാനമായ തീപ്പരിയുള്ള ആ നരകമില്ലേ, ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് സഹാബത്ത് മദ്യപാനം ഉപേക്ഷിച്ചത്. ആ നരകത്തെ ഓർത്തിട്ടാണ് സഹാബത്ത് അല്ലാഹനെ മാത്രം ആരാധിച്ചത്. ആ നരകത്തെ ഓർത്തിട്ടാണ് ഒരമ്പിയായിനെയും അവർ വിളിച്ച് പ്രാർത്ഥിക്കാതിരുന്നത്. ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അവർ സിന ചെയ്യാതിരുന്നത്. ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരുന്നത്. ആ നരകത്തെ പേടിച്ചിട്ടാണ് അവരുടെ കണ്ണിനെ നിയന്ത്രിച്ചത്. ആ നരകത്തെ പേടിച്ചിട്ടാണ് അവിഹിതമായ ബന്ധങ്ങളിൽ അവർ വിട്ടുനിന്നത്. അവരുടെ ജീവിതത്തിന്റെ മുച്ചൂടും അത്ഭുതകരമായി തീർന്നത് ഈ നരകത്തെ കുറിച്ചുള്ള അവരുടെ ഭയപ്പാടാണ്. നരകത്തിന്റെ കവാടത്തിൽ ഇരുന്നു കൊണ്ട് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബനാ വഖുൽനാ മാ നസ്സലല്ലാഹ്. എന്താണ് അവിടെ? ഖുർആനിലെ 67 അധ്യായം 8, 9, 10 വചനങ്ങളാണ്. ആ വചനത്തിൽ പറയുന്നത്, അല്ല നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? നിലമ്പൂരിൽ ആരംഭിച്ച ഫാമിലി കോൺഫറൻസ് കേരളത്തിൽ തിരുവനന്തപുരത്ത് അവസാനിച്ച് പിന്നീട് മസ്കത്തിലും ബാംഗ്ലൂരിലും അതുപോലെ ഇവിടെയും പലയിടങ്ങളിലും പല നാടുകളിലും ഈ ഫാമിലി കോൺഫറൻസ് ഓർമ്മപ്പെടുത്തുന്നത് ഈ നരകത്തെ കുറിച്ചാണ്. നിങ്ങൾ ജീവിതത്തിൽ അടിച്ചു പൊളിക്കണമെന്ന് പറയുന്നതും തെമ്മാടിത്തം ചെയ്യണമെന്ന് പറയുന്നതും ജീവിതത്തിന്റെ ലക്ഷ്യം കാണാത്തത് കൊണ്ടാണ്. ജീവിതത്തിന്റെ ലക്ഷ്യവും പരലോകത്ത് വിചാരണയും ഉണ്ടെങ്കിൽ എത്ര കോടി മനുഷ്യരായിരിക്കും ആ നരകത്തിലെത്തുക? എന്താണ് അതിന്റെ പ്രധാനമായ കാരണം? അതിന് പ്രധാനമായ ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിയാമോ? വലഖദ് ദറഹ്നാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽഅൻആമി ബൽ ഹും മദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. 7-ാം അധ്യായം 179-ാമത്തെ വചനമാണ്. അതേ, ജിന്നുവർഗത്തിലും ഇൻസുവർഗത്തിലും പെട്ടവരെ കൊണ്ട് നാം നരകം നിറക്കുന്നതാണ്. ചിന്തിക്കാനുള്ള ഹൃദയം നാം അവർക്ക് നൽകിയിരുന്നുവല്ലോ, അതുകൊണ്ട് അവർ ചിന്തിച്ചില്ലല്ലോ. കണ്ട് ബോധ്യപ്പെടാനുള്ള കണ്ണ് നാം അവർക്ക് നൽകിയിരുന്നുവല്ലോ. കേട്ടുൾക്കൊള്ളാനുള്ള കാത് നാം അവർക്ക് നൽകിയിരുന്നുവല്ലോ, അതവർ ഫലപ്രദമായി ഉപയോഗിച്ചില്ലല്ലോ. എന്തേ നിങ്ങൾ നരകത്തിൽ പോകുന്നത്? അവർ പറയുന്നത്, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നാകിൽ മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ. ഒരു നല്ല ബുദ്ധിജീവി നരകത്തിൽ പോവുകയില്ല. നന്നായി ചിന്തിക്കുന്ന ഒരുത്തൻ നരകത്തിൽ പോവുകയില്ല. ഈ ഫാമിലി കോൺഫറൻസിന്റെ സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്തത് മനുഷ്യന്മാരാണ്. ഇവിടെ കാണുന്ന ഈ പില്ലറുകൾ ഇവിടെ നാട്ടപ്പെട്ടതാണ്. ഈ സമ്മേളനം കഴിഞ്ഞാൽ ഐക്യപ്പെടുകയും ചെയ്യും. ഈ ക്യാമറ ഇവിടെ താനേ ഉണ്ടായതല്ല. ഞങ്ങൾ ആരും ഇങ്ങോട്ട് താനേ എത്തിയതല്ല. ഒരു മുട്ടുസൂചി പോലും താനേ ഉണ്ടായതല്ല. എങ്കിൽ ഈ അണ്ടകടാകത്തെ സൃഷ്ടിച്ച ഈ 7-14 ലോകങ്ങളെ സംവിധാനിച്ച ആ പടച്ച തമ്പുരാനാണ് പറയുന്നത് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും. സൂര്യനെ സൃഷ്ടിച്ച അല്ലാഹുവാണ് പറയുന്നത് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും. സഹോദര, ലോകത്തൊരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അബൂ സുഫിയാനും അബൂജഹലും സത്യപ്പെടുത്തിയ നേഗസ് രാജാവ് വിശ്വസിച്ച ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത അല്ലമീനായ അനാഥനായ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിട്ട ലോകത്തിന്റെ വിശ്വാചാര്യൻ, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ലോകം വാഴ്ത്തപ്പെട്ട ആ പ്രവാചകൻ ഉറക്കിൽ നിന്നുണർന്ന് ആയിഷ ബീവിയെ തട്ടി ഉണർത്തി പറയുന്ന വാചകമുണ്ട്, അന്നാറു ഹഖുൻ യാ ആയിഷ അൽ ജന്നത്തു ഹഖുൻ യാ ആയിഷ. ആയിഷ, നരകം സത്യമാണ് കേട്ടോ ആയിഷ, സ്വർഗവും സത്യമാണ് കേട്ടോ ആയിഷ. സ്വർഗവും നരകവുമുണ്ട്. നിങ്ങളുടെ ചെരുപ്പിന്റെ വാർ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന പോലെ സ്വർഗം നിങ്ങളോട് അടുത്തുണ്ട്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അങ്ങനെ തന്നെ. അതെ, ആ നരകം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആ നരകം നമുക്ക് ബോധ്യമായതാണല്ലോ. ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാൻ കഴിവില്ലാത്തവരാണ് നമ്മൾ. ലോകത്തെ ബോക്സിംഗിൽ ഏറ്റവും മുന്നിൽ നിന്ന് മൈക്ക് ടൈസൺ എന്ന് പറയുന്ന, കേഷ്യസ് ക്ലേ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബോക്സർ, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു തീപ്പെട്ടി കൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് സദസ്യരോട് അദ്ദേഹം ആ തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ ഒരതി അതിന്റെ തീ കയ്യിലേക്ക് വെച്ച് ആ കൈവലിച്ചുകൊണ്ട് പറയുമായിരുന്നു,
ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാനാകാത്ത നാം എങ്ങനെ നരകത്തിന്റെ ചൂട് സഹിക്കും? യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദുൻ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. നരകം, കല്ല് കത്തിക്കപ്പെടുന്ന ലോകം, ഇൻസാൻ കത്തിക്കപ്പെടുന്ന ലോകം. അവിടെ പരിക്കന്മാരായ പാറാവുകാരുണ്ട്, അല്ല കൽപ്പിച്ചത് നടപ്പാക്കുന്നവരുണ്ട്. നാം ഭയപ്പെട്ടേ തീരൂ, ആ പരലോകത്ത് പേടിച്ചേ തീരൂ. മായിസറല്ലാനു ശിക്ഷ ഏറ്റുവാങ്ങി ദുനിയാവിൽ. കാരണം നരകമായിരുന്നു അദ്ദേഹത്തിന്റെ ബേവലാതി, ബേജാറ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതെ സയ്യിദ് റളിയല്ലാഹു ജീവിച്ചത് ആ മഹ്ശറ ഓർത്തിട്ടാണ്, ആ മഹ്ശറയിലെ എഴുന്നേറ്റ് നിൽപ്പ് ഓർത്തിട്ടാണ്. ഈ നരകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താത്ത ഒരു പബ്ലിക് വേദിയും ഉണ്ടാകാൻ പാടില്ല. അമ്പിയാക്കൾ ഓർമ്മപ്പെടുത്തിയത് ഈ നരകമാണ്, ഔലിയാക്കൾ ഓർമ്മപ്പെടുത്തിയത് ഈ നരകമാണ്, ആരിഫീങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഈ നരകമാണ്. എന്റെ 2 ഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. 3-ാമത്തെ ഭാഗം സ്വർഗമാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യം? ഫമൻ സുഹസിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന. 3-ാം അധ്യായം 185 അല്ലേ? അവിടെ പറയുന്നത് ആര് സ്വർഗത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗാവകാശിയാക്കപ്പെടുകയും ചെയ്തുവോ അവർ വിജയിച്ചു എന്നാണ്. ആ സ്വർഗത്തെയാണ് ലക്ഷ്യം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ തിരിച്ചു പോകണം, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. എന്താ മാർഗം? കുല്ലിൻ കുന്തു തുഹിബ്ബു. അല്ല പറയാൻ എന്താ മാർഗം? ആ മാർഗം ഇതാണ്, അല്ല നിങ്ങളുടെ മുമ്പിൽ മാർഗം കാണിച്ചു തരും. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ മാർഗത്തെ ആരവലംബിച്ചുവോ, പ്രവാചകന്മാർ പഠിപ്പിച്ച വഅന്നഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബൽ. വിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാ. വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം 153 പറയുന്നത് അങ്ങനെയാണ്. ഈ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചാലേ ഒരാൾ സ്വർഗത്തിലെത്തും. ആ സ്വർഗത്തിന് വേണ്ടിയാണ് പ്രവാചകന്മാർ ജീവിച്ചത്, ആ സ്വർഗമാണ് പ്രവാചകന്മാർ ചോദിച്ചത്. അതുകൊണ്ടാണല്ലോ ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങളിൽ വളരെ പ്രധാനമായത് യഖൂലൂന റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. അത്തഹിയാത്തിൽ പോലും സലാം വീട്ടുന്നതിന് മുമ്പായി നമുക്ക് ചോദിക്കാനുള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന എന്ന കാര്യമാണ്. അല്ലാഹുവേ, എനിക്ക് നീ സ്വർഗം നൽകണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടേ ഉള്ളൂ, അല്ലേ? അല്ലെങ്കിൽ 1, 2, 3 ആഴ്ച ആയിട്ടേ ഉള്ളൂ. ആ റമദാനിൽ എത്ര ഖുർആനിക വചനങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ബാക്കിയുള്ളവരെ നന്നാക്കാൻ ഓടുന്ന തിരക്കിലാണ്, സ്വയം നന്നാകാൻ താല്പര്യമില്ലാത്തവരാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തിയത് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിൽ അഭിരമിച്ച് അതിൽ ആവേശം കൊണ്ട് ഞാൻ തിരക്കേടില്ലെന്ന് തോന്നുന്നവരാണ്. പക്ഷെ ഇന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞ പോലെ ഇന്ന് മരണമുണ്ട് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. മുജാഹിദ് ബാലുശ്ശേരി എന്ന പ്രബോധകൻ ഫാമിലി കോൺഫറൻസ് പങ്കെടുത്തു പോകുമ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊരു വാർത്ത ഉണ്ടാവില്ലെന്ന് പറയാൻ ആർക്ക് സാധിക്കും? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഇതാ ഇവിടെ അവസാനിക്കുന്ന ഒരു ജീവിതമായി, ദുനിയാവുമായി ബന്ധപ്പെട്ടത് ഒരുപാട് കാലത്തിന്റെ ജീവിതം എന്ന നിലക്ക്. സൂറത്ത് ആലു ഇമ്രാനിൽ സ്വർഗത്തെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്. സൂറത്ത് ഹദീദിലും ആ വചനത്തിന്റെ മറ്റൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റും. അതൊന്നിങ്ങനെയാണ്, വസാരിയു. സ്റ്റേജിലിരിക്കുന്നവരും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വരാനിരിക്കുന്ന പ്രബോധകരും എല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വസാരിയു, നിങ്ങൾ ധൃതിയിൽ വരൂ. വസാരിയു ഇലാ മഅഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തുൻ. നോക്കൂ, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം. ഒരു മിനിറ്റ് എടുത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സൂര്യന്റെ വലിപ്പം നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയില്ലേ, അതിൽ തന്നെ എത്ര സ്ഥലത്ത് മനുഷ്യരില്ലാത്തതുണ്ട്. ആലോചിച്ചു നോക്കിയേ നിങ്ങൾ. ഈ സൂര്യന്റെ 13.5 ലക്ഷം ഭൂമി സൂര്യനിൽ കൊണ്ടുപോയി വെക്കാം. 13.5 ലക്ഷം ഭൂമി. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രമുണ്ട്. 10,000 കോടി നക്ഷത്ര കുടുംബം, ഓരോ കുടുംബത്തിലും 10,000 കോടി നക്ഷത്രം. ആകാശത്തിന്റെ വലുപ്പം എത്രയാ? ആ ആകാശവും ഭൂമിയും ചേർന്ന സ്വർഗം ഇടുങ്ങിയ ചെറ്റക്കുടിലിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ ആസിയ ബീവി ഫിറൗന്റെ പീഡനേറ്റു വാങ്ങുമെന്ന് പറഞ്ഞത്, റബ്ബി ബിനിലി
ഇൻദക ബൈതൻ ഫിൽ ജന്ന. ആലോചിച്ച് നോക്കിയേ, സഫ് നന്നായി ഒപ്പിച്ചാൽ സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്നാണ്. മകന്റെ മരണവാർത്ത കേട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ ബൈത്തുൽ ഹംദുണ്ടെന്നാണ്. ഒരു കൊച്ചു കുരുവിയുടെ വലുപ്പത്തിൽ പള്ളി ഉണ്ടാക്കി കൊടുത്താൽ അവിടെ ഒരു ഭവനമുണ്ടെന്നാണ്. അപ്പൊ ആ സ്വർഗത്തിൽ വീട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ വീട് റസൂല് കാണുന്നതും അവിടെ പ്രവേശിക്കാൻ ആഗ്രഹിച്ചതും ഉമറിന്റെ ശൗര്യമോർത്ത് അവിടുന്ന് മടങ്ങിപ്പോന്നതും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് 2 ചോദ്യങ്ങളുണ്ട് ഖുർആനിൽ. അതെന്താണ്? വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം വന്നോളൂ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കോളൂ എന്നൊക്കെ വിശദീകരിച്ചതിന് ശേഷം അല്ല പറയുന്ന കാര്യം എന്താ അറിയോ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സ്വാബിരീൻ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 142-ാമത്തെ വചനം. അവിടെ അല്ല പറയുന്നത് അറിയോ? ത്യാഗമില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, ക്ഷമ അവലംബിക്കാതെ സ്വർഗത്ത് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ സ്വർഗത്ത് പോകാൻ ത്യാഗം വേണം. അപ്പൊ നേരത്തെ വഖഫ് ഭേദഗതിയും മുസ്ലിങ്ങൾക്കെതിരെയുള്ള സംഘികളുടെ തിട്ടൂരവും ഒക്കെ നമ്മൾ കണ്ട്. മര്യാദയ്ക്ക് ആലോചിക്കാൻ സ്വർഗാണ് പ്രധാനം. അതിന് തടസ്സം നിൽക്കുന്നവരാണ് നമ്മുടെ ശത്രു. അല്ലാത്ത ഏതൊരു അസല്ലാഹു അൻ യജഅല ബൈനക്കും, ഖുർആനാ പറയുന്നത്. എടോ, ഇന്നലത്തെ ശത്രു നാളെ നിന്റെ മിത്ര. അബൂ സുഫിയാൻ, സുഹൈൽ ഇബ്നു അംർ, ഇക്രിമ ശത്രു ആയിരുന്നില്ലേ? അല്ല പറയാണ് ഖുർആനിൽ 60-ാം അധ്യായം 7-ാമത്തെ വചനം. ഇങ്ങനെ അല്ല പറയാം, മുഖ്യ ശത്രു പിശാച, ഓനൊരിക്കലും മിത്രാവൂല, ഫത്തഖിദൂഹു അദുവ, അവനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന്. അതുകൊണ്ട് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് വന്നോളീ. ഒരു ഖുർആനിക വചനം കൂടെ പറയാം. അപ്പോൾ എനിക്ക് തന്ന സമയം കുറച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എങ്കിലും വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിൽ. അല്ലാഹ് പറയാൻ അവിടെ വിറപ്പിക്കപ്പെട്ടു എന്നാണ്, പീഡിപ്പിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ പീഡനവും വസുൽസിലു സിൽസാലൻ ശദീദാന. വേറൊരു സ്ഥലത്ത് കൈകാലുകൾ ഛേദിക്കപ്പെട്ടു. മിസ്ബർലാന്റെ വലങ്കൈ ഛേദിച്ചു, മിസ്ബർലാന്റെ ഇടങ്കൈ ഛേദിച്ചു, നെഞ്ചകം വെട്ടിപ്പിളർന്നു. 80-ലധികം കുത്തുമുറിയും ഏറ്റുവാങ്ങിയ അൻസാറുകൾ അവരൊക്കെ സഹിച്ചു. നമുക്കോ നര്യാണിന്റെ മുകളിൽ ഒരു തുണി ഉടുക്കാനുള്ള സന്മൻസൂർ ഉണ്ടായിട്ടില്ല. മര്യാദയ്ക്ക് ഒരു താടി നീട്ടിയിട്ട് 4 ആള് വിമർശിക്കുമ്പോ വലാ യഖാഫുന ലൗമത്ത ലായിം, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടേണ്ടത് എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് ചെറിയൊരു വിമർശനം വരുമ്പോഴേക്ക് തോറ്റോടുന്നവരാണ് നമ്മൾ, അല്ലേ? ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ഞാനതില് എൻ്റെ വിഷയം നരകമായതുകൊണ്ട് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് സ്ത്രീകളോട് പറയാൻ. ചുണ്ടിൽ ചായം തേക്കുമ്പോ, കവിളിൽ പുട്ടിയിടുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാണ് സ്വർഗത്തിന്റെ പരിമളം അവർക്കില്ല. ചുണ്ടിൽ ചായം തേക്കുന്ന ലിപ്റ്റിക് തന്റെ മുഖത്ത് പുട്ടിയിടുന്ന ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി കൊഞ്ചിക്കൊഴയുന്ന ഒരു പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളമില്ല. വളരെ ഗൗരവമായി മുസ്ലിങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകും. അത്രയേറെ മുസ്ലിം പെൺകുട്ടികൾ ഈ തോന്നിയാസം ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന്റെ വേഷം ധരിക്കാതെ പുരുഷനെ അട്രാക്ഷൻ ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അറിയുക അവൾക്ക് നരകമാണ്, അവൾക്ക് സ്വർഗമില്ല. അതുകൊണ്ട് സഹോദരിമാരോട് ഫാമിലി കോൺഫറൻസ് വളരെ ഉഷാറായിരുന്നു അല്ലേ, നല്ല സെറ്റപ്പ് ആയിരുന്നില്ലേ? അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ജീവിതത്തെ ശുദ്ധീകരിക്കാനും വിമലീകരിക്കാനും സാധ്യമാകുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ ആലോചിച്ചു. മനുഷ്യൻ ബാക്കിയുള്ള ജീവജാലങ്ങളിൽ ചത്തു വീഴുന്ന പോലെ ഈ മഹാബുദ്ധിജീവി ചത്തു വീഴുമെങ്കിൽ ഈ ജീവിതത്തിന് എന്താ അർത്ഥം? അതുകൊണ്ട് ഏറ്റവും നന്നായി ആലോചിക്കണം. ഞാനിവിടെ പൂർണ്ണമായ അതിർഭേദിക്കാത്ത ടൈമിൽ എനിക്ക് തന്നതിനേക്കാൾ ചുരുക്കി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ള 2 കാര്യം. ഈ സമ്മേളനം ഒരു മഹാസമ്മേളനമായി പരിണമിച്ചിരിക്കുന്നു. ഈ സമ്മേളനത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവും. എന്നെ ആരും ഏൽപ്പിച്ചിട്ടല്ല. എല്ലാ സമ്മേളനത്തിലും അതുണ്ടെന്നറിയാവുന്നത് കൊണ്ട്, ഇവിടെയും അതുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളത് കൊണ്ട് ഞാൻ പറയണം, നല്ലൊരു തുക ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നൽകണം. ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികളെ ഏത് ചെറിയ വ്യതിയാനങ്ങൾ കാണുമ്പോഴും സ്നേഹത്തോടുകൂടി അവരെ നമ്മളിരുത്തി പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. എൻ്റെ പൊന്നുമക്കൾ, ഒരു ഈത്തപ്പഴം തിന്നാൽ
എൻ്റെ മക്കൾ ഹറാമെത്തുന്നു എന്നാണ് അബൂദുജാന പറയുന്നത്. അത് വരരുത്. പൊതുമുതലിൽ നിന്ന് കാരക്ക എടുത്തപ്പോൾ മോനെ തുപ്പിക്കല എന്ന് റസൂല് പറയുമ്പോഴും പേരക്കുട്ടി നരകത്തിൽ പോകരുത് എന്നതായിരുന്നു റസൂലുള്ളാഹിന്റെ തീരുമാനം. മാന്യമായി വസ്ത്രം ധരിച്ച് വരാൻ നബി ചിലരോട് പറഞ്ഞപ്പോഴും അവർ സ്വർഗത്തിലെത്തണമെന്നായിരുന്നു നബിയുടെ. അബ്ദുള്ള തുണി കയറ്റി ഉടുക്കുക എന്ന് റസൂല് പറയുമ്പോൾ അബ്ദുള്ള നരകത്തിൽ പോകരുത് എന്നായിരുന്നു റസൂലിന്റെ ആഗ്രഹം. പെണ്ണിനെ ആവർത്തിച്ച് നോക്കിയ അലി റളിയല്ലാഹുവിന്റെ മുഖം പിടിച്ചു തിരിച്ചു കളയുമ്പോൾ നബി അലിയാർ തങ്ങളുടെ കണ്ണ് നരകത്തിലാകരുത് എന്ന് വിചാരിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ മസലി വമസലുക്കും കമസലു റജുലിൻ നൗകദ നാറ, ഒരു തീ കത്തിച്ച ഒരുവൻ ആ തീയുടെ നേരെ വരുന്ന പാറ്റയെ വണ്ടിനെ ഒക്കെ തടുത്തു നിർത്തുന്ന പോലെ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്, നിങ്ങളാകട്ടെ എൻ്റെ കൈ തട്ടിക്കൊണ്ട് നരകത്തിലേക്ക് പോകുന്നു, എന്തൊരു കഷ്ടമാണ് എന്നാണ്. വയാ ഖൗമി മാലി യദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. 40-ാം അധ്യായം 41-ാമത്തെ വചനം. വയാ ഖൗമി, അല്ലയോ ജനങ്ങളെ, എനിക്ക് എന്തൊരവസ്ഥ, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്കാണല്ലോ ക്ഷണിക്കുന്നത്. അപ്പം നമ്മൾ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ജനങ്ങളെ തൗഹീദിലേക്കും സ്വർഗത്തിലേക്കും വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം. സൂറത്ത് യൂനിസിലെ 25-ാമത്തെ വചനമാണ്. അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, ആ സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ ഷോപ്പിംഗ് മാളിൽ പോകുന്ന പോലെ പോകാം. 13-ാം അധ്യായം 22-26 വചനമാണ്. അല്ലേ, സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ. ഇതൊക്കെ സൂറത്ത് റഅദിൽ 13-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള വചനമാണ്. അതുകൊണ്ട് നിരന്തരമായി ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക, താപസി മനസ്സോടെ ജീവിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി പിരിയാണ്. ഇതിൻ്റെ സംഘാടകർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നേരത്തെ അൽബയാൻ അറബിക് കോളേജിനെ കുറിച്ച് സൂചിപ്പിച്ച പോലെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, അവിടെ നമ്മുടെ മക്കളെ എത്തിക്കാനും, ഏത് കോളേജിലാണെങ്കിലും ദീന് പഠിക്കുന്ന കോളേജിൽ മക്കളെ ദീന് പഠിപ്പിക്കാനും, മനഹജ് സലഫ് തെറ്റാതെ പഠിപ്പിക്കുന്നിടത്ത് കുട്ടികളെ ചേർക്കാനും നാം ശ്രമിക്കണം. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, സ്വർഗാവകാശികളാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹു ഏറ്റവും നല്ല മരണം നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാൻ ലദീന സബഖുനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.